സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർച്ചു. ജെറോം പവൽ ഇത് പറഞ്ഞത് കൊണ്ടാണ് സ്വർണ്ണവില ഉയർന്നത് എന്ന് പറയുന്നു. പക്ഷേ അത് മാത്രമല്ല കേട്ടോ, മെയിനായിട്ടുള്ള പ്രശ്നം ഇസ്രായേൽ, ഫലസ്തീൻ, മിഡിൽ ഈസ്റ്റിലെ മൊത്തം പ്രോബ്ലംസും അതേപോലെ തന്നെ മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ, റഷ്യ, ഉക്രൈൻ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ജെറോം പവൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 100% പ്രോബബിലിറ്റി ഉണ്ട് റേറ്റ് കട്ട് സെപ്റ്റംബറിൽ എന്നുള്ളത്. അത് ഫെഡറൽ റേറ്റ് കട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഘടകം, അല്ലെങ്കിൽ ഫെഡറലിൻ്റെ ആ ഒരു പോളിസി, ജെറോം പവൽ അത് പറഞ്ഞതോടു കൂടിയാണ്. അത് ഒന്നോ രണ്ടോ എന്നല്ല, റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 100% പ്രോബബിലിറ്റി ഉണ്ട് എന്ന. അപ്പോൾ തന്നെ പ്രോബബിലിറ്റി എന്ന സാധനം തന്നെ കഴിഞ്ഞു, മനസ്സിലായില്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലൊരു ഇതല്ലേ. അപ്പോൾ 100% വരാൻ പോകുന്ന ഏത് കാര്യം കൃത്യമായി ജെറോം പവലിനോ ഇന്ത്യയിലോ ആർക്കും അറിയില്ല. അത് വേറെ കാര്യം, സ്റ്റാഫിന് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും 100% പ്രോബബിലിറ്റി റേറ്റ് കട്ടിനുള്ള സാധ്യത സെപ്റ്റംബറിലേക്ക് തുറന്നു വെച്ചു ജെറോം പവൽ. അതിനുശേഷമാണ്, അത് ഇന്നലെ പറഞ്ഞ ശേഷമാണ് ഗോൾഡിൻ്റെ ഇത്രയും വലിയ രീതിയിലുള്ള ഉയർച്ചയും അല്ലെങ്കിൽ ഡോളറിൻ്റെ മേലിലും ബോണ്ട് ഈൽഡിൻ്റെ മേലിലും പ്രഷറുകൾ ചുമത്തപ്പെട്ടതും. ഇത് ഒരു സെപ്റ്റംബറിലേക്ക് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഡിസംബറിലേക്ക് കൂടി അതിൻ്റെ ഒരു സൂചന, അതായത് രണ്ട് സ്റ്റെപ്പുകളായിട്ട് സെപ്റ്റംബറിലും ഡിസംബറിലും റേറ്റ് കട്ടിൻ്റെ സൂചനകൾ അദ്ദേഹം നൽകി. അത് തന്നെയാണ് ഈ ഒരു നോൺ ഈൽഡിങ് ബുള്ളൻ, അതായത് ഗോൾഡിലേക്ക് ഒരു അപ്പീൽ, എല്ലാവരും ഗോൾഡിലേക്ക് വന്നത്. അത് ഇൻക്രീസിങ് ഓഫ് അപ്പീൽ ഓൺ നോൺ ഈൽഡിങ് ബുള്ളൻ എന്നുള്ളത് തന്നെ പറയാം. ഗോൾഡ് ഡിമാൻഡ് അതിനെ വർദ്ധിച്ചു, ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്ക് എത്തിച്ചു, ഗോൾഡ് ഉയരുന്ന അവസ്ഥയിലേക്ക് അത് വന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഉള്ളത് 54,280, നാളെ 600 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ.